നമുക്ക് ചെയ്യണമെന്നുണ്ടായിട്ടും എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങാൻ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നത് എന്ന്. ആ സ്റ്റക്കായിരിക്കുന്ന ഫീലിങ്ങിനെ ആളുകൾ ലേസിനെസ് എന്ന് വിളിക്കും. പക്ഷെ അത് ലേസിനെസ് അല്ല. അപ്പോൾ എന്തായിരിക്കും? നിങ്ങളതിന് പ്രൊക്രാസ്റ്റിനേഷൻ, മോട്ടിവേഷൻ ഇല്ലായ്മ എന്നൊക്കെ വിളിക്കും. പക്ഷേ അത് അൺകംഫർട്ടബിളായ എന്തെങ്കിലും കാര്യത്തിൽ നിന്നും നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. കോഗ്നിറ്റീവ് ബിഹേവിയർ മോഡൽസ് പറയുന്നത് നമ്മൾ ലേസിനെസ് എന്ന് വിളിക്കുന്നത് പലപ്പോഴും അവോയ്ഡൻസിനെയാണെന്നാണ്. അതായത് ഒരു ടാസ്ക് ചെയ്താൽ സ്ട്രെസ്, തോൽവി അല്ലെങ്കിൽ വിമർശനം വരുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ അതിനെ ഡേഞ്ചർ ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ പ്രൊഡക്ടിവിറ്റിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതല്ല, അത് ബുദ്ധിമുട്ടിനെ ഒഴിവാക്കുന്നതാണ്. സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള എഡ്വേർഡ് ഡേസി ആൻഡ് റിച്ചാർഡ് റയാൻ അവരുടെ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറിയിലൂടെ പറയുന്നത് മോട്ടിവേഷൻ 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ്. ഓട്ടോണമി, കമ്പീറ്റൻസ് ആൻഡ് റിലേറ്റഡ്നെസ്. ഓട്ടോണമി എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടെന്ന് തോന്നുക. കമ്പീറ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കഴിവുണ്ടെന്നുള്ള വിശ്വാസം. റിലേറ്റഡ്നെസ് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കാര്യമാണെന്ന് തോന്നുക. ഈ നീഡ്സ് മീറ്റ് ആയില്ലെങ്കിൽ ബ്രെയിൻ സ്വാഭാവികമായി പ്രയത്നിക്കുന്നത് കുറയും. അത് ലേസിനെസ് അല്ല, സെൽഫ് പ്രൊട്ടക്ഷൻ ആണ്. നിങ്ങൾക്ക് ഫിസിക്കലി മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ മൈൻഡ് വളരെ ഹെവി ആയി തോന്നുന്നു എന്ന് പറയുന്ന പോലെ. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താതെ എന്താണ് ഈ കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിൽ നിന്നും എന്നെ പിന്നോട്ട് വലിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. അവിടെയാണ് പരിഹാരം. ഇത് ഞാൻ എങ്ങനെ ചെയ്യും എന്ന് ചോദിക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ ഇപ്പോൾ പറ്റാത്തത് എന്ന് ചോദിച്ചു നോക്കും.